ഇന്നൊരു വെഡിങ് കസ്റ്റമറുടെ ഒരു റിവ്യൂ ആട്ടെ. വെഡിങ് എന്ന് പറയാൻ വെഡിങ് ഇപ്പോഴാണ് നമ്മളെ നെക്സ്റ്റ് മന്ത്. പക്ഷെ അതിന് മുന്നേ ഉള്ള കുറച്ച് എന്താ പറയുക ഐറ്റംസ് പർച്ചേസ് ചെയ്യാൻ മോള് വന്നത്. അപ്പോൾ സുറുമയെ കുറിച്ച് എങ്ങനെ അറിയാം മോളെ? ആക്ച്വലി എൻ്റെ വുഡ്ബിയുടെ സിസ്റ്റർ പറഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞത്. എനിക്ക് മിക്കവാറും ഡ്രസ്സ് എടുക്കുന്നതൊക്കെ സുറുമേന്ന് തന്നെയാണ്. എല്ലാ പെരുന്നാളിനും എനിക്ക് എടുത്തു തരുന്നത് ഇവിടുന്ന്, ചെറുക്കൻ്റെ വീട്ടിൽ നിന്നല്ലേ? അതല്ലേ. അപ്പൊ ഈ ഇട്ടേക്കുന്നത് മൂലം കഴിഞ്ഞ പെരുന്നാളിന് എടുത്താന്ന് തോന്നുന്നു. കഴിഞ്ഞ പെരുന്നാളിന് എനിക്ക് അവരെടുത്ത് തന്ന ഡ്രസ്സായിരുന്നു. നമുക്കിത് ഹിറ്റായ ഒരു ഐറ്റം ആയിരുന്നു. പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ അവൾ ഇട്ടിട്ട്. ഞാൻ ദൂരെ നിന്നോട് ശ്രദ്ധിച്ച്, കാരണം നമ്മുടെ ഐറ്റം ഞാൻ നീ എന്നെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഞാൻ ശ്രദ്ധിച്ചു കേട്ടോ. മോള് കണ്ടായിരുന്നു എന്നെ. ഞാൻ ഓടി വന്നപ്പോഴത്തേക്കും പിന്നെ വീഡിയോ എടുക്കുന്നിടത്ത് എന്നെ വിളിച്ചിറങ്ങിക്കൊണ്ട് വന്നേ അവള് വിളിച്ചിട്ട്. അപ്പോൾ ഞാൻ ദൂരെ നിന്ന് ശ്രദ്ധിച്ച് നമ്മുടെ ഡ്രസ്സ് ഇട്ടിട്ട് സുന്ദരിയാണ്, കൊള്ളാം, നല്ല ഭംഗിയുണ്ട് അവളെ കാണാൻ ആ ഡ്രസ്സിൽ. അപ്പം നമുക്ക് ഹാപ്പിയാണല്ലോ. ഞാൻ എപ്പോഴായാലും എൻ്റെ ഡ്രസ്സ് ഞാൻ ഡിസൈൻ ചെയ്ത സാധനങ്ങളൊക്കെ ദൂരെ നിന്നാലേ ഞാൻ തന്നെ ഡിസൈൻ ചെയ്യിപ്പിച്ചേ മോളെ. പിന്നെ ഇതിൻ്റെയൊക്കെ കോപ്പിയൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ കുറച്ച് നിർത്തി. ഇത് പക്ഷെ നല്ല ഡ്രസ്സായിരുന്നു, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട. ഹാപ്പിയാണല്ലേ? ഉറപ്പായിട്ടും കളർ ആണെങ്കിലും ഡിസൈൻ ആണെങ്കിലും എല്ലാം നല്ല ഭംഗിയാണ്. ഇപ്പോൾ ഒരു വർഷമാവും നീ ഐറ്റം പർച്ചേസ് ചെയ്തിട്ട്, എന്നിട്ടും അതിനൊരു കോട്ടവും വരാതെ അവൾ സൂക്ഷിച്ച് വെച്ചിരുന്നു എന്നുള്ളതാണ് മെയിനായിട്ട് അല്ലേ? പിന്നെ നമ്മൾ ഇപ്പൊ എന്തൊക്കെ പർച്ചേസ് ചെയ്ത്? ഒരുപാട് പർച്ചേസ് ചെയ്തു. ഇപ്പൊ നമ്മൾ ഹൽദിക്കും മെഹന്ദിക്കും എല്ലാം റിസപ്ഷന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സസും എല്ലാം എടുത്തിട്ടുണ്ട്. വെഡിങ്ങിന് വേണ്ടി ഇനി അടുത്ത വരുമല്ലോ, ഇനി ഒന്നുകൂടെ വരും. 10,000-35,000 പുറത്ത് കഴിഞ്ഞു. സ്റ്റിച്ചിങ്ങിന് ഒരുപാട് തന്നു. ഡിസൈനർമാരൊക്കെ എങ്ങനെയുണ്ട്? നല്ല ഡിസൈനർമാരൊക്കെ അടിപൊളിയാണ്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ പറയുന്ന രീതിയിലെല്ലാം അവർ ചെയ്തു തന്നു. എന്റെ കൂടെ നിന്ന് ഗാദ എന്ന പേര്, പുള്ളിക്കാരത്തെ ആണെങ്കിലും നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം എടുത്തു തരികയും നമ്മുടെ കൂടെ തന്നെ നിന്ന് എല്ലാത്തിനും ഹെൽപ്പ് ചെയ്തു. നമ്മളാണെങ്കിൽ നമ്മളൊരു റെഫറൻസ് പിക്ക് കാണിച്ചു കഴിഞ്ഞാലും അത് കണ്ടുപിടിച്ചെടുത്തോണ്ട് തരിക എല്ലാം ചെയ്തിട്ടുണ്ട്. ആണല്ലേ? അപ്പം മോളെ പോലെ ബ്രൈഡായിട്ട് ഒരുങ്ങാൻ ഒരുപാട് പേര് ഇനി ഉണ്ട് നമുക്കല്ലേ? അവർക്കൊക്കെ വന്നാൽ അവർക്ക് ഓക്കെ ആണല്ലോ മോളെ? നമ്മുടെ സുറുമയെ വന്നാൽ എന്തായാലും ബെനിഫിറ്റ് ആവും. ഉറപ്പായിട്ടും ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട്. സാരീസ് ആണെങ്കിലും ലെഹങ്കാസ് ആണെങ്കിലും മെറ്റീരിയൽസ് ആണെങ്കിലും എല്ലാം നല്ല അടിപൊളി കളക്ഷൻസ്. ഇത് തീരെ ലോക്കൽ ഐറ്റംസ് അങ്ങനെ ഒരു രീതി കൊണ്ടൊന്നും വെച്ചിട്ടില്ല മോളെ. ഒത്തിരി ഫ്രണ്ട്ലി ആയിട്ട്, അതായത് നമ്മൾ ജസ്റ്റ് ഫാൻസി ആയിട്ട് യൂസ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ആരെങ്കിലും കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ടാണെങ്കിലും നമ്മുടെ ബഡ്ജറ്റിൽ തന്നെ നിൽക്കുന്ന എമൗണ്ടിൽ സാരീസ് ഒക്കെ ഉണ്ട്. സാരീസ് ഒക്കെ 5 സാരി ഒക്കെ മോള് കണ്ടല്ലോ. ഇനിയിപ്പോ വെഡിങ്ങിന് നോക്കണം. അവൾക്ക് പിന്നെ ലെഹങ്ക മതി എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ ലെഹങ്ക നമ്മൾ സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. വരാനുള്ളവരൊക്കെ വരിക, ഞങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്യാം അല്ലേ മോളെ? ബൈ.